നമസ്കാരം. നമ്മളൊക്കെ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഈ ഗ്യാസ് ലൈറ്റർ. ഒരു ചെറിയ ക്ലിക്ക്, അപ്പോൾ തന്നെ തീപ്പൊരി വരും, സ്റ്റൗ കത്തും. പക്ഷേ ആ ഒരു ക്ലിക്കിന്റെ പിന്നിൽ, ആ തീപ്പൊരിയുടെ പിന്നിൽ എന്താ ശരിക്കും നടക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് വിവരങ്ങൾ തന്നിരുന്നല്ലോ. അത് നോക്കുമ്പോൾ ഈ ചെറിയൊരു സാധനത്തിന് പിന്നിൽ നല്ല രസമുള്ള ചില സയൻസ് ഉണ്ട്. അതെ, ആ ഒറ്റ ക്ലിക്കില് എങ്ങനെയാ തീ വരുന്നത്? നമുക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചൊന്ന് ആ രഹസ്യം കണ്ടുപിടിക്കാം, അല്ലേ? പ്രധാനമായിട്ടും 2 തരം ലൈറ്ററുകളെ പറ്റിയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ നോട്ട്സിൽ പറയുന്നത്. ഒന്ന്, കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് രീതി. മറ്റേതെന്താ പറയാ, പീസോ ഇലക്ട്രിസിറ്റി എന്നൊരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ടൈപ്പ് ലൈറ്ററും എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുമൊക്കെ ഒരു ആഴത്തിൽ നോക്കാം. നിങ്ങൾ തന്ന ആ വിവരങ്ങൾ ഒന്നുകൂടെ വിശദമായിട്ട് പരിശോധിക്കാം. ശരി, അപ്പോൾ നമുക്കാദ്യം ഈ ഇലക്ട്രോണിക് ലൈറ്ററുകളുടെ കാര്യം എടുക്കാം. നിങ്ങൾ തന്ന കുറിപ്പിൽ പറയുന്ന പോലെ പുതിയ ഗ്യാസ് സ്റ്റവിലൊക്കെ ഇതാണല്ലോ ഇപ്പോൾ സാധാരണയായിട്ട് വരുന്നതല്ലേ? അതെ, ശരിയാണ്. ഈ അടുക്കളയിലെ സ്റ്റൗവിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്ററുകൾ അതിൽ മിക്കവാറും ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം തന്നെയാണ്. കയ്യിൽ പിടിക്കുന്ന ചില ലൈറ്ററുകൾ, പിന്നെ പഴയ മോഡൽ സ്റ്റൗവൊക്കെ നോക്കിയാൽ മറ്റേ പീസോ ഇലക്ട്രിക് രീതി കാണാം. പക്ഷേ പുതിയ സ്റ്റൗവിൽ കൂടുതലും ഇതാണ്. നിങ്ങളുടെ ഉറവിടത്തിൽ പറയുന്നുണ്ട് ഇത് ടെസ്ല കോയിൽ പോലെ എന്തോന്ന് വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതായത് ഭയങ്കര ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണോ അത്? അതെങ്ങനെയാ ഒരു തീപ്പൊരിയായി മാറുന്നത്? കൃത്യമായി പറഞ്ഞാല് ഈ ഇലക്ട്രോണിക് സിസ്റ്റം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വളരെ ഉയർന്ന ഒരു വോൾട്ടേജ് ഉണ്ടാക്കുക എന്നതാ അതിന്റെ പ്രധാന ജോലി. ഈ സർക്യൂട്ട് ഉണ്ടല്ലോ, സ്റ്റൗവിലേക്ക് വരുന്ന ചെറിയ വോൾട്ടേജ് എടുത്ത് അതിനെ 10,000 വോൾട്ടാക്കി മാറ്റും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഭയങ്കര പവർഫുള്ളായ വോൾട്ടേജാണ് ശരിക്കും ആ തീപ്പൊരിക്ക് കാരണം. തീപ്പൊരി എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രിക് സ്പാർക്ക് അല്ലേ? അതെങ്ങനെയാ വായുവിൽ കൂടെ ചാടുന്നത്? നല്ല ചോദ്യം. സാധാരണഗതിയില് നമുക്കറിയാം വായു കറണ്ട് കടത്തിവിടില്ല, അതൊരു ഇൻസുലേറ്ററാണ്. പക്ഷേ നമ്മൾ ഈ ലൈറ്ററിലെ പോലെ ഭയങ്കര ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ ലൈറ്ററിന്റെ അറ്റവും സ്റ്റൗവിന്റെ ബേണറും തമ്മിലുള്ള ഒരു ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിലുള്ള വായുവിന് അതിന്റെ ആ ഒരു ഇൻസുലേറ്റിംഗ് കഴിവങ്ങ് നഷ്ടപ്പെടും. ഈ അവസ്ഥയാണ് നിങ്ങളുടെ ആ കുറിപ്പിൽ ഡൈ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓ, അതായത് സാധാരണ കാറ്റ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുമെങ്കിലും ഇത്രയും വലിയ വോൾട്ടേജ് വരുമ്പോൾ ആ ബ്ലോക്ക് മാറി കറണ്ടിന് ചാടാനൊരു വഴി കിട്ടുന്നു, അങ്ങനെയാണോ? അതെ അതെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആ ഹൈ വോൾട്ടേജ് കാരണം എയർ മോളിക്യൂൾസ് ഒക്കെ അയോണൈസ്ഡ് ആകും. അപ്പോ കറണ്ടിന് പോകാൻ ഒരു പാത പോലെയായി. സ്റ്റൗവിന്റെ മെറ്റൽ ഭാഗം സാധാരണ ഗ്രൗണ്ട് ചെയ്തതായിരിക്കും, എർത്ത് എന്ന് പറയൂലേ. അപ്പോ ലൈറ്ററിന്റെ ടിപ്പിൽ നിന്ന് ഈ മെറ്റൽ ഭാഗത്തേക്ക് കുറച്ചു മില്ലിമീറ്റർ ദൂരത്തിൽ വായുവിലൂടെ ഒരു തീപ്പൊരിയായിട്ട് കറണ്ട് ചാടും. ഈ സ്പാർക്കാണ് ഗ്യാസിനെ കത്തിക്കുന്നത്. ഇവിടെയാണ് എനിക്ക് ശരിക്കും ഒരു കൗതുകം തോന്നിയത്. നിങ്ങളുടെ നോട്ട്സിൽ എടുത്തു പറയുന്നുണ്ട് ഇത് ഏകദേശം 20,000 വോൾട്ട് വരെ ഉണ്ടാക്കുമെന്ന്. പക്ഷേ അതിലൂടെ പോകുന്ന കറണ്ട് അത് വളരെ വളരെ കുറവാണെന്നും പറയുന്നു. വെറും മൈക്രോ ആംപിയറൊക്കെ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണല്ലേ അറിയാതെ തൊട്ടാലും ഷോക്കടിക്കാത്തത്? അതെ, അതതിന്റെ ഡിസൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീപ്പൊരി ഉണ്ടാക്കാൻ വലിയ വോൾട്ടേജ് വേണം. എന്താന്ന് വെച്ചാൽ വായുവിന്റെ ആ റെസിസ്റ്റൻസ് മറികടക്കണമല്ലോ. അതിനത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. പക്ഷേ അതേസമയം സേഫ്റ്റിയും നോക്കണ്ടേ. അതുകൊണ്ടാണ് കറണ്ടിന്റെ അളവ്, അതായത് ആംപിയറേജ്, വളരെ കുറച്ചു വെച്ചിരിക്കുന്നത്. ഹൈ വോൾട്ടേജ് തീപ്പൊരി തരുന്നു, ലോ കറണ്ട് സേഫ്റ്റി തരുന്നു. ഇതൊരു നല്ലൊരു എഞ്ചിനീയറിംഗ് ഐഡിയ ആണ്. എന്നാലും 20,000 വോൾട്ട് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലെ പ്ലഗില് 230 240 വോൾട്ട് അല്ലേ? അപ്പോൾ ഇത് അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. എന്നിട്ടും അപകടമില്ല എന്നത് അത്ഭുതം തന്നെ. അതെ, വോൾട്ടേജ് മാത്രം നോക്കിയാൽ അത് വളരെ വലുതാണ്. പക്ഷെ ഒരു ഇലക്ട്രിക് ഷോക്കിന്റെ കാഠിന്യം തീരുമാനിക്കുന്നത് വോൾട്ടേജും കറന്റും ഒരുമിച്ചാണ്. ഈ ലൈറ്ററിലെ കറന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊതുകിന്റെ ചിറകടി പോലെ അത്രയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ആ ഫോഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന അത്രയും എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ അതിന് പറ്റില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോണിക് ലൈറ്ററിലെ സംഭവം ഇതാണ്. തീപ്പൊരിക്ക് ഭയങ്കര വോൾട്ടേജ്, പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി തീരെ ചെറിയ കറണ്ട്. സ്റ്റൗവിലെ ആ സർക്യൂട്ട് ഈ പണി കൃത്യമായിട്ട് ചെയ്യുന്നു. അതെ, അതുതന്നെ. അതാണ് അതിന്റെ പ്രധാന പോയിന്റ്. ഇനി നമുക്ക് നിങ്ങളുടെ ആ മറ്റേ ടൈപ്പ് ലൈറ്ററിലേക്ക് വരാം.
പീസോ ഇലക്ട്രിക് ലൈറ്ററുകൾ, നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഗ്യാസ് ലൈറ്ററിലെ സിഗരറ്റൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലത്തെ ചില സ്റ്റൗവിലും ഉണ്ടാകാറുണ്ട് ആ ക്ലിക്ക് നമർത്തുന്നത്. അതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? ആ എവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക് ലൈറ്ററിന് ഒരു പവർ സോഴ്സ് വേണമല്ലോ, ഒന്നുകിൽ ബാറ്ററി അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്നുള്ള കണക്ഷൻ. പക്ഷേ ഈ പീസോ ഇലക്ട്രിക് ലൈറ്റർ പ്രവർത്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു മെക്കാനിക്കൽ ഫോഴ്സ് വെച്ചാണ്. നിങ്ങളുടെ ആ നോട്ട്സിൽ പറയുന്ന പീസോ ഇലക്ട്രിസിറ്റി എന്നൊരു പ്രതിഭാസമാണ് ഇതിന്റെ പിന്നിൽ. പീസോ ഇലക്ട്രിസിറ്റി അതെന്താണ്? ഒന്നുകൂടി പറയാമോ? പറയാം. ചില പ്രത്യേകതരം ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ ചില സെറാമിക് മെറ്റീരിയൽസ് ഉണ്ട്. ഇവയെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്നാണ് പറയുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ ശക്തിയായിട്ട് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു തട്ട് കൊടുക്കുകയോ ചെയ്താൽ അതിന്റെ ഉള്ളിലെ സ്ട്രക്ചറിലൊരു മാറ്റം വരും. അതിന്റെ ഫലമായിട്ട് ആ വസ്തുവിന്റെ രണ്ട് എതിർവശങ്ങൾക്കിടയിൽ ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകും. ഈ പീസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ ഞെക്കുക അല്ലെങ്കിൽ പ്രസ് ചെയ്യുക എന്നൊക്കെയാണ്. ഓ, അപ്പോൾ നമ്മൾ ആ ലൈറ്ററിന്റെ ബട്ടൺ ക്ലിക്ക് എന്ന് ഞെക്കുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദം വെറുതെയല്ല. ആ ഞെക്കൽ ശരിക്കും ഈ പീസോ ഇലക്ട്രിക് സാധനത്തിൽ ഒരു അടി കൊടുക്കുന്നതാണോ? അതെ അതെ, വളരെ ശരിയാണ്. ആ ക്ലിക്ക് മിക്കവാറും ഒരു ചെറിയ ഹാമർ പോലെ എന്തെങ്കിലും ഒന്ന് ആ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ പോയി ശക്തിയായി ഇടിക്കുന്നതിന്റെ ശബ്ദമാണ്. ആ ഇടിയുടെ അല്ലെങ്കിൽ ആ പ്രഷറിന്റെ ഫലമായിട്ട് ആ ക്രിസ്റ്റലിന്റെ രണ്ട് അറ്റങ്ങൾക്കിടയിൽ ആ നിമിഷം തന്നെ ഭയങ്കര ഹൈ വോൾട്ടേജ് ഉണ്ടാകുന്നു. ഈ ഉണ്ടാകുന്ന വോൾട്ടേജ് മറ്റേ ഇലക്ട്രോണിക് ലൈറ്ററിലെ പോലെ തന്നെ തീവരി ഉണ്ടാക്കാൻ മാത്രം പവർഫുള്ളാണോ? അതെ, തീർച്ചയായും. ആ പെട്ടെന്നുണ്ടാകുന്ന പ്രഷർ കാരണമുണ്ടാകുന്ന വോൾട്ടേജും 10,000-കണക്കിന് വോൾട്ട് വരെ എത്താം. ഇത് മറ്റേതുപോലെ തന്നെ ലൈറ്ററിന്റെ അറ്റത്തുള്ള ചെറിയ ഗ്യാപ്പിലെ വായുവിനെ ബ്രേക്ക് ചെയ്ത് ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ ധാരാളമാണ്. ഈ സ്പാർക്ക് ഗ്യാസിനെയും എയറിനെയും മിക്സ് ചെയ്ത് കത്തിക്കുന്നു. ഇതിൽ നമ്മൾ കുറച്ചുകൂടി ആലോചിച്ചാൽ ഇവിടെ നടക്കുന്ന ഒരു എനർജി കൺവേർഷൻ ഉണ്ടല്ലോ, അത് ശ്രദ്ധേയമാണ്. നമ്മൾ വിരലുകൊണ്ട് ആ ബട്ടൺ അമർത്തുമ്പോൾ കൊടുക്കുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്, യാന്ത്രിക ഊർജം. ആ ഊർജത്തെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ നേരെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു, ഹൈ വോൾട്ടേജിന്റെ രൂപത്തിൽ. എന്നിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി തീപ്പൊരിയുടെ രൂപത്തിൽ ലൈറ്റും ഹീറ്റും ആയിട്ട് പുറത്തു വരുന്നു. ഇതൊരു ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫോർമേഷനാണ്. ഇത് മറ്റേ ഇലക്ട്രോണിക് രീതിയിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമാണല്ലോ. അവിടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് ഉപയോഗിച്ച് ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു തട്ട് അല്ലെങ്കിൽ ഞെക്കാണ് വോൾട്ടേജിന് കാരണം. ഇതിന് പുറത്തുനിന്ന് കറണ്ടിന്റെ ആവശ്യമില്ല എന്നതും പ്രധാനമാണല്ലോ. അതെ, അതാണ് മെയിൻ വ്യത്യാസം. പീസോ ലൈറ്ററിന്റെ ഗുണം അതാണ്. അമർത്തുമ്പോൾ കിട്ടുന്ന എനർജി നേരെ സ്പാർക്കാവുന്നു. ബാറ്ററി വേണ്ട, വയറിംഗ് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ലൈറ്ററുകൾ, പിന്നെ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത ക്യാമ്പിംഗ് സ്റ്റോവ് പോലെയുള്ളവയിലൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമാകുന്നത്. ഇലക്ട്രോണിക് ലൈറ്ററിന് പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഒരു പവർ സോഴ്സ് വേണം. അപ്പോ നമ്മൾക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സംഭവം സിമ്പിളാണ്. ലക്ഷ്യം ഒന്ന് തന്നെ, തീപ്പൊരി ഉണ്ടാക്കണം. പക്ഷെ വഴി രണ്ടാണ്. ഈ രണ്ട് രീതികളും അതിന്റെ പിന്നിലെ സയൻസും ഇപ്പോൾ വ്യക്തമായില്ലേ? ഒന്ന്, ഇലക്ട്രോണിക് ലൈറ്റർ. ഇതിലൊരു ഇലക്ട്രിക് സർക്യൂട്ടുണ്ട്. ടെസ്ല കോയിൽ പോലത്തെ എന്തോ ഒന്ന് വെച്ച് ഹൈ വോൾട്ടേജ് ഉണ്ടാക്കും. പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി കറണ്ട് കുറവായിരിക്കും. പുതിയ സ്റ്റൗവിലാണിത് കൂടുതൽ. ശരിയാണ്. രണ്ട്, പീസോ ഇലക്ട്രിക് ലൈറ്റർ. ഇത് ചില പ്രത്യേക ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നു. അതില് നല്ല പ്രഷർ, ക്ലിക്ക് കൊടുക്കുമ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇതിന് പുറത്തുനിന്ന് കറണ്ട് വേണ്ട. കയ്യിൽ പിടിക്കുന്ന ലൈറ്ററിലും പഴയ ചില സ്റ്റൗവിലും ഇത് കാണാം. വളരെ കൃത്യമായി പറഞ്ഞു. രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണ്, ഗ്യാസ് കത്തിക്കാൻ ഒരു സ്പാർക്ക് കൊടുക്കുക. എന്നാൽ അതിനുപയോഗിക്കുന്ന ബേസിക് ഫിസിക്സ് പ്രിൻസിപ്പിൾസ് രണ്ടാണ്. ഒന്ന് ഇലക്ട്രോമാഗ്നറ്റിസവും സർക്യൂട്ടുകളുമാണെങ്കിൽ മറ്റേത് മെക്കാനിക്കൽ സ്ട്രെസ് കാരണമുണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ പ്രതിഭാസമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് തത്വങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു സാധാരണ ടൂളിൽ ഇത്ര ഭംഗിയായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ ഗ്യാസ് ലൈറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തീപ്പൊറി വരുന്നത് ഒന്നുകിൽ ഒരു ഹൈ വോൾട്ടേജ് സർക്യൂട്ട് കാരണം, അല്ലെങ്കിൽ ഒരു പീസോ ക്രിസ്റ്റലിൽ കിട്ടിയ അടി കാരണം. അത് നിങ്ങൾ ഏത് തരം ലൈറ്ററാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും.
അതെ, ആ വ്യത്യാസം മനസ്സിലാക്കുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. അങ്ങനെ നമ്മൾ അടുക്കളയിലെ സ്റ്റൗ കത്തിക്കാൻ നേരത്ത് കേൾക്കുന്ന ആ ടിക് ടിക് ശബ്ദമോ അല്ലെങ്കിൽ കയ്യിലെ ലൈറ്ററിന്റെ ക്ലിക്ക് ശബ്ദമോ വെറുമൊരു മെക്കാനിക്കൽ സംഭവം മാത്രമല്ല. അതിന്റെ പിന്നിൽ നല്ല രസമുള്ള ഊർജം മാറുന്നതിന്റെ ഒരു കഥയുണ്ട് എന്നിപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്ന സോഴ്സസ് വച്ച് ഈ ഇലക്ട്രോണിക് പിന്നെ പീസോ ഇലക്ട്രിക് ലൈറ്ററുകൾ എങ്ങനെയാണ് തീ ഉണ്ടാക്കുന്നതെന്ന് നമ്മളിപ്പോൾ വിശദമായി സംസാരിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി ഒരു അവസാന ചിന്തയായിട്ട് പറയാം. ഈ രണ്ട് ടെക്നോളജിയും, അതായത് ഹൈ വോൾട്ടേജ് ലോ കറന്റിൽ ഉണ്ടാക്കുന്ന സർക്യൂട്ടുകളും പിന്നെ പ്രഷർ അനുസരിച്ച് വോൾട്ടേജ് തരുന്ന പീസോ ഇലക്ട്രിസിറ്റിയും, ഈ ലൈറ്റർ അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള വേറെ എത്രയോ ഡിവൈസുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? ഉദാഹരണത്തിന് ഈ പീസോ ഇലക്ട്രിസിറ്റി തന്നെ ക്വാർട്സ് വാച്ചുകളുടെ ടൈമിംഗ് മെക്കാനിസത്തിലും ചില മൈക്രോഫോണുകളിലും അൾട്രാസൗണ്ട് മെഷീനുകളിലും പ്രഷർ സെൻസറുകളിലുമൊക്കെ ഉണ്ട്. അതുപോലെ ഹൈ വോൾട്ടേജ് സർക്യൂട്ടുകൾ ടിവിയിലും എക്സ്റേ മെഷീനിലും എയർ പ്യൂരിഫയറിലും ഒക്കെ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈ ഫിസിക്സ് തത്വങ്ങളൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് രസകരമല്ലേ? തീർച്ചയായും ശരിയാണ്. വളരെ സിമ്പിൾ എന്ന് നമ്മൾ കാണുന്ന ഒരു ലൈറ്ററിന്റെ പിന്നിലെ ശാസ്ത്രം, അത് വേറെ ഇത്രയധികം കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് അറിയുന്നത് ഒരു കൗതുകം തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങളിൽ പോലും എത്ര ഡീപ്പായ സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നിങ്ങൾ ഷെയർ ചെയ്ത ഈ വിവരങ്ങൾ വെച്ച് ഗ്യാസ് ലൈറ്ററുകളെക്കുറിച്ച് നമ്മൾ നടത്തിയ ഈ വിശദമായ അന്വേഷണത്തിൽ കൂടെ ചേർന്നതിന് വളരെ നന്ദി.